ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പാർവതി, കൈലാഷ് സർ, എന്റെ വീട്ടിലുണ്ട് ഒരു പൂജാമുറി, വലിയൊരു പൂജാമുറി. ഇവിടെ മാത്രമല്ല, അവിടെയും നീ വിളക്കൊളുത്തണമെന്ന എന്റെ ആഗ്രഹം. ഞാൻ വിളിച്ചാ നീ വരൂ എന്റെ കൂടെ, എന്റെ വീട്ടിലേക്ക്. ഞാൻ എപ്പോഴും സാറിന്റെ വീട്ടിൽ വരാറുണ്ടല്ലോ, സാറിന്റെ അമ്മയെ അടുക്കളയിൽ സഹായിക്കാൻ. പക്ഷേ പൂജാമുറിയിൽ വിളക്ക് കൊളുത്താറില്ല. അത് സാറിന്റെ അമ്മയല്ലേ ചെയ്യാ. മാഡം പറഞ്ഞ ഞാൻ അതും ചെയ്യും. ഈ പാർവതി ഒരു പൊട്ടിപ്പെണ്ണ, പറഞ്ഞ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. മനസ്സിലായി സർ. സാറിന്റെ കൂടെ ഞാൻ വീട്ടിലേക്ക് വരണമെന്നല്ലേ? എന്താ കൈലാഷ് സർ, മാഡത്തിന് വീണ്ടും സുഖമില്ലതായോ? അസുഖം മമ്മിക്കല്ല, പിന്നെ എനിക്കാ. സാറിനോ? സാറിനെന്താ അസുഖം? നീ കാരണമല്ലേ എനിക്ക് അസുഖം വന്നത്. ഞാൻ കാരണോ? നിന്റെ നാട്ടിൽ പൂജ ചെയ്യാൻ വന്നപ്പോഴല്ലേ ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത്. കണ്ട ആ നിമിഷം മുതൽ തുടങ്ങിയതാ എന്റെ അസുഖം. ആ അസുഖത്തിനെ പ്രേമെന്നാ പറയാ. ആ അസുഖം മാറണമെങ്കില് നീ എന്റെ സ്വന്തം ആവണം. അതുകൊണ്ടാ ചോദിച്ചത്, ഞാൻ വിളിച്ച നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുമോന്ന്. നീ ആലോചിക്കുന്ന എന്താന്ന് എനിക്കറിയാം. എന്റെ ഡാഡിയും മമ്മിയും സമ്മതിക്കുമോന്നല്ലേ? സമ്മതിക്കും. ഡാഡി വലിയൊരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്ത് ഞാനത് അച്ചീവ് ചെയ്യും. എന്നിട്ട് പാർവതിയെ അല്ലാതെ വേറൊരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ അവരോട് പറയും. അപ്പോ ഡാഡി മമ്മിയും സമ്മതിക്കും. നിനക്ക് സമ്മതമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. പറയ് പാർവതി, നിനക്കെന്നെ ഇഷ്ടമല്ലേ? എന്റെ ഭാര്യയാകാൻ നിനക്ക് സമ്മതമല്ലേ? നിമിഷങ്ങളാനന്ദ ശലഭങ്ങളാ ഇന്നലയുന്നു നിന്നോർമ്മയാകെ നെഞ്ചിന്നു ഞാളിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോമൽ പൂവേ. കൈലാഷ്, പ്രിയന, പ്രിയൻ വരൂ. കൈലാഷ് സർ, വിളക്കൊളുത്തി കഴിഞ്ഞു. ഇനി ഞാൻ പോയിക്കോട്ടെ, കൊറേ ജോലിയുണ്ട്. കണ്ണിലായിരം മെഴുതിരി മിന്നിടുന്ന പോ മെല്ലെ വന്നു നീ ചിരിമലരാദ്യമേ.